വിവിധ കബീലകളായി ഇവിടെ വന്നിട്ടുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളിലേക്കാണ്. അവരിവിടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് 800ഓളം വർഷമായി. 800 വർഷം, 700ൻ്റെയും 800ൻ്റെയും ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം സയ്യിദന്മാർ വന്നു. അതുപോലെ മമ്പുറത്തെ തങ്ങൾ സയ്യിദ് ബാലവി കബീലയിൽപ്പെട്ടവരാണ്. കുത്തുബുദ്ദമാൻ. അതുപോലെ യമനിലുള്ള സയ്യിദന്മാരിൽ ഒരു വലിയ കബീലയാണ് ബൽഫഖീഹ്. ബാഫഖീഹ് എന്ന് നമ്മൾ പറയും, അവർ ചിലപ്പോൾ ബൽഫഖീഹ് എന്ന് പറയും. ബാഫഖീഹ് എന്ന് പറഞ്ഞാലും ബൽഫഖീഹ് എന്ന് പറഞ്ഞാലും ബഹുമാനപ്പെട്ടവർ ആ കബീലയിൽപ്പെട്ട ആളുകൾ എൻ്റെ വലഭാഗത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളിരിക്കുന്നു. എൻ്റെ ഇടഭാഗത്തിരിക്കുന്ന കുമ്പൂൾ സാദാത്തുക്കളുടെ ഒരു ഭാഗം ഹൈദറുസാണ് എങ്കിൽ മറ്റൊരു ഭാഗം ബാലവിയാണ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ ഉമ്മ ഹലീമ ബീവി, അവർ ബാലവി കുടുംബത്തിൽപ്പെട്ടതാണ്. അങ്ങനല്ലേ? ആ, തെറ്റിപ്പോയാൽ പറയണോ? നിങ്ങൾക്കല്ല അറിയാം. ആ, ഉപ്പ ഹൈദറസ് കുടുംബത്തിൽപ്പെട്ടത്. അതൊക്കെ വലിയ 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 ആൾ വരുമ്പോൾ അവരെ മക്കൾ പിന്നെ ഇങ്ങനെ ആ പേരിൽ പ്രസിദ്ധപ്പെടുന്നതാണ് കബീലകൾ. ഏതായാലും ആ കബീലയെയും പരമ്പരയും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും. ഇത് ഞാനിങ്ങനെ ഊന്നി പറയുന്നത് ബിദ്അത്തിന്റെ കക്ഷികൾ ഇതിനെ ശക്തിയായി എതിർത്തിട്ട് അങ്ങനെ തങ്ങന്മാരെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, സയ്യിദന്മാരില്ല, അഹ്ലു ബൈത്ത് മുറിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞു നോക്കിയാലും പണ്ട് കാലത്ത് 10-30 കൊല്ലം മുമ്പ്